തെക്കൻ കേരളം തൂക്കി, മധ്യ കേരളം തൂക്കി, വടക്കൻ കേരളം തൂക്കി, മൊത്തത്തിൽ തൂക്കി. കേരളം മൊത്തം തൂക്കിയ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് ചിത്രം നമ്മുടെയൊക്കെ ഓർമ്മയിലില്ല, ചരിത്രത്തിൽ തന്നെ ഇല്ല എന്നാണ് തോന്നുന്നത്. ഓരോ ഇടത്തും, അത് ഗ്രാമപഞ്ചായത്തിലാകട്ടെ, ബ്ലോക്ക് പഞ്ചായത്തിലാകട്ടെ, ജില്ലാ പഞ്ചായത്തിലാകട്ടെ, കോർപ്പറേഷനിലാകട്ടെ, മുനിസിപ്പാലിറ്റിയിലാകട്ടെ, മൊത്തത്തിൽ UDFന്റെ തരംഗം അടിച്ചു എന്നുള്ളതല്ല, UDFന്റെ കൊടുങ്കാറ്റടിച്ചു എന്ന് തന്നെ പറയാവുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ്. 4-5 മാസങ്ങൾക്കപ്പുറം ഇതാ പിണറായി 3.0 വരാൻ പോകുന്നു എന്നൊക്കെയുള്ള വലിയ അവകാശവാദങ്ങളൊക്കെ ഉയർന്നു കേട്ടിരുന്ന സമയത്താണ് ഇത്ര വലിയൊരു ഷോക്ക്, ഒരു സർജിക്കൽ സ്ട്രൈക്ക് പോലെ, ജനങ്ങളുടെ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് വേണമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് ഫലത്ത് നമുക്ക് പറയാം. കൃത്യമായിട്ടും LDFന് വലിയ തിരിച്ചടി നൽകിക്കൊണ്ട് LDFനെ പാഠം പഠിപ്പിക്കുന്ന ഒരു ജനവിധി എന്ന് കൃത്യമായും പറയാവുന്ന ഒരു ജനവിധിയാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത്. ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴെന്ന് ഞാൻ ചില സമയങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. കാരണം അത്രയധികം, ഒന്നാമത് 9.5 വർഷത്തെ ഭരണവിരുദ്ധ വികാരം നിൽക്കുന്നു, രണ്ടാമത് ശബരിമല സ്വർണ്ണക്കൊള്ള പോലെയുള്ള വൈകാരിക വിഷയങ്ങൾ, അഴിമതി, അതൊക്കെ നിൽക്കുമ്പോൾ, ഒപ്പം രാഹുൽ മാങ്കൂടുതൽ വിഷയവുമായി ബന്ധപ്പെട്ട് അത് ഈ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിൽ UDFന് തിരിച്ചടിയായി എന്ന് കാണാൻ കഴിയുന്നില്ല, മറിച്ചത് LDFന് തിരിച്ചടിയായോ എന്ന് സംശയിക്കേണ്ടി വരുന്ന, പഠിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ്. ഇപ്പൊ കോർപ്പറേഷന്റെ ഒക്കെ കാര്യത്തിൽ ഒക്കെ നമുക്ക് എറണാകുളവും തൃശ്ശൂരും തിരിച്ചു പിടിച്ചു എന്ന നിലയിൽ നമുക്ക് ആ ഒരു വിജയത്തെ കാണാം. പക്ഷെ കൊല്ലത്ത് പോലും അട്ടിമറി ഉണ്ടാകുന്നു. കൊല്ലവും തൂക്കി എന്ന് പറയുന്നത് പോലെയുള്ള ഒരു സാഹചര്യമാണല്ലോ. ഇപ്പൊ നിലവിൽ 6 കോർപ്പറേഷനുകളിൽ 4 UDF ആധികാരികമായ വിജയം നേടിയിരിക്കുന്നു എന്നുള്ളതാണ്. എവിടെയെങ്കിലും UDF ഇങ്ങനെ തട്ടിക്കഴിച്ചു അല്ലെങ്കിൽ കടന്നുകൂടി എന്ന് പറയുന്ന സാഹചര്യമല്ല. കൊല്ലത്താകട്ടെ, എറണാകുളത്താകട്ടെ, തൃശ്ശൂരാകട്ടെ, കണ്ണൂരാകട്ടെ, ആധികാരികമായ ഭൂരിപക്ഷത്തോടെ ഈ 4 കോർപ്പറേഷനുകൾ UDF ഭരിക്കാൻ പോകുന്നു അല്ലെങ്കിൽ ഭരിക്കുന്നു. അതേ സമയത്ത് LDFനെ സംബന്ധിച്ച് കോർപ്പറേഷന്റെ കാര്യത്തിൽ, കോഴിക്കോട് കോർപ്പറേഷന്റെ കാര്യം എനിക്ക് തോന്നുന്നു ഇപ്പോഴും ചിത്രം വ്യക്തമായിട്ടില്ല. 74 സീറ്റുകളാണെങ്കിൽ 38 സീറ്റുകളെങ്കിലും വേണം കേവല ഭൂരിപക്ഷത്തിന്. അത്രയും LDFന് ഇല്ല എന്നാണ്. ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന നിലയിൽ മാത്രമാണ് ഇപ്പോഴും LDF നിൽക്കുന്നത് എങ്കിൽ അവിടെ സത്യത്തിൽ LDFന് ഒരു കോർപ്പറേഷൻ കിട്ടി എന്ന് പറയാവുന്ന ഒരു സാഹചര്യമല്ല. തിരുവനന്തപുരത്ത് BJPയുടെ കാര്യത്തിലായാലും അവിടെ 51 സീറ്റുകൾ വേണം കേവല ഭൂരിപക്ഷത്തിന്. പക്ഷെ 50 സീറ്റുകൾ മാത്രമാണ് BJPക്കുള്ളത്. അപ്പൊ BJPയെയും LDFനെയും UDFനെയും നമുക്ക് 3 ഈ രാഷ്ട്രീയ കക്ഷികളുടെയും അവരെ താരതമ്യപ്പെടുത്തി ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലം പഠിക്കുമ്പോൾ അത് UDFനെ സംബന്ധിച്ച് ആധികാരികമായ ചരിത്രപരമായ വിജയമാണ് എന്ന് തന്നെ പറയേണ്ടി വരുന്നു. അതേസമയം ജില്ലാ പഞ്ചായത്തുകളിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ തവണ 2020 3 ജില്ലാ പഞ്ചായത്തുകൾ മാത്രം ഉണ്ടായിരുന്നിടത്ത് ഇതാ 7 ജില്ലാ പഞ്ചായത്തുകളിലേക്ക് ഇരച്ചു കയറുന്നു. നേരെ പകുതി, എനിക്ക് തോന്നുന്നു 7 ജില്ലാ പഞ്ചായത്തുകൾ ഇതിനു മുൻപുള്ള ഏതെങ്കിലും ഒരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ UDFന് കേരളത്തിലെ ജനങ്ങൾ നൽകിയിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. അങ്ങനെ 7 ജില്ലാ പഞ്ചായത്തുകൾ പിടിച്ചുകൊണ്ട്, മുനിസിപ്പാലിറ്റികളുടെ ഒക്കെ കണക്കെടുത്താൽ മുനിസിപ്പാലിറ്റി കഴിഞ്ഞ തവണ ഏതാണ്ട് ഒപ്പത്തിനൊപ്പമായിരുന്നു LDFും UDFും, 41-43, അതായത് LDFനായിരുന്നു മുൻതൂക്കമെങ്കിൽ ഇപ്രാവശ്യം ഇതാ 54 UDFും 28 LDFും എന്ന നിലയിലാണ് നമുക്ക് മുമ്പിലുള്ള ടാലി കാർഡിൽ തെളിയുന്നത്. പകുതിയോളം, അതായത് UDF പിടിച്ച മുനിസിപ്പാലിറ്റികളുടെ പകുതിയിലേക്ക് LDFന്റെ മുനിസിപ്പാലിറ്റികൾ മാറുന്നു എന്ന് പറയുന്ന സാഹചര്യം. അതിനി ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് വരുമ്പോൾ 79 UDFും 63 മാത്രം LDFും എന്ന ഒരു സാഹചര്യം. ഗ്രാമപഞ്ചായത്തിലേക്ക് വരുമ്പോൾ 504-ഉം 342-ഉമാണ്. 504 ഗ്രാമപഞ്ചായത്തുകൾ UDF പിടിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിൽ എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും ഗ്രൗണ്ട് റിയാലിറ്റിയാണ്. ഏറ്റവും അടിസ്ഥാന വർഗം ഏത് നിലയ്ക്ക് ഈ തെരഞ്ഞെടുപ്പിനെ പരിഗണിച്ചു എന്നുള്ളത് തന്നെയാണ്. മറ്റു നിരവധിയായ കാര്യങ്ങൾ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും നമുക്ക് ഏറ്റവും എടുത്തു പറയേണ്ടി വരുന്നത് ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു സൂചകമല്ലേ എന്നാണ്. ചില കോൺഗ്രസുകാർ ചോദിക്കുന്ന പോലെ ഇനി അങ്ങോട്ട് പിണറായി സർക്കാരിന്, ഇനിയിപ്പോ 4-5 മാസമാണ് പിണറായി സർക്കാരിന്റെ മുൻപിലുള്ളത്, അത് ആ സമയത്ത് ഭരിക്കുന്ന സർക്കാരിന് ഒരു കെയർടേക്കർ ഗവൺമെന്റിന്റെ ആ ഒരു അധികാരം മാത്രമേ ഉള്ളൂ. കാര്യം ജനവിധി എതിരായി കഴിഞ്ഞു, പരിപൂർണമായും എതിരായി കഴിഞ്ഞു എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി LDFകാർക്ക് ഞെളിഞ്ഞു നിന്നിട്ട് ഇതാ പിണറായി 3.0 വരാൻ പോകുന്നു എന്ന് പറഞ്ഞ് നടക്കാൻ പറ്റുന്നില്ല. ആ നിലയ്ക്കുള്ള ജനവികാരം എതിരാണ് എന്ന് തെളിയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ്. അതുകൊണ്ടായിരിക്കാം ഇത്ര വലിയ തിരിച്ചടി ഉണ്ടാകുന്നത് കൊണ്ടായിരിക്കാം MM മണിയെ പോലെ നമ്മളൊക്കെ ഇഷ്ടത്തോടെ കാണുന്ന ഒരാളാണ്. അദ്ദേഹം പറയുന്നു, ഇതെല്ലാം വാങ്ങിച്ച് നക്കിയിട്ട് നന്നായി മൃഷ്ടാന്നം വയറുനിറയെ കഴിച്ചിട്ട് ജനം നന്ദികേട് കാണിച്ചു എന്നാണ്. അതായത് ജനം
എതിർത്ത് വോട്ട് ചെയ്തു. ഇത്രയധികം വികസന പ്രവർത്തനങ്ങളും കിറ്റും അതും ഇതും എല്ലാം വാരി കോരി കൊടുത്തു. അവർ നന്നായിട്ട് കഴിച്ചു എന്നിട്ട് ഞങ്ങൾക്കെതിരായി വോട്ട് ചെയ്തു എന്നൊക്കെ പറയുന്നത് സത്യത്തിൽ നമുക്ക് വേണമെങ്കിൽ ഒരു തമാശയായിട്ടോ ഒരു കോമാളിത്തരമായിട്ടൊക്കെ നമുക്ക് കാണാം. പക്ഷെ ആലോചിച്ച് നോക്കൂ, ഇതൊക്കെയാണ് അതൊരു മാനസികാവസ്ഥയുടെ ഒരു ആറ്റിറ്റ്യൂഡിന്റെ പ്രശ്നം കൂടിയാണ്. ഞങ്ങളൊക്കെ എന്തോ കാര്യങ്ങൾ ഞങ്ങളുടെയൊക്കെ തറവാടുകളിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് കൊണ്ടുതരുന്നു. ഞങ്ങളൊക്കെ കുറെ തമ്പ്രാക്കന്മാരും കുറെ മാടമ്പിമാരും ഒക്കെ ഇവിടെ കേരളം ഭരിക്കുകയാണ്. നിങ്ങളൊക്കെ ഞങ്ങൾ തരുന്ന ഔദാര്യത്തിൽ കഴിയുന്ന കുറെ ജനങ്ങൾ എന്തൊരു മാനസികാവസ്ഥ. ഇപ്പൊ എം.എം. മണി അത് തുറന്നു പറഞ്ഞു. ഇടതുപക്ഷത്തിന്റെ പൊതുവെ അവരുടെ നേതാക്കൾക്ക് അങ്ങനെ ഒരു മാനസികാവസ്ഥയുണ്ടോ എന്ന് പല സമയങ്ങളിൽ നമ്മൾ സംശയിച്ചു പോകുന്നുണ്ട്. ഇവർ ജനപ്രതിനിധികളാണ് എന്നും ജനസേവകരാണ് എന്നും ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ടാണ് ഇവർ എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ച് ഇങ്ങനെ അവരാണ് ശരിക്കും ഈ വാങ്ങിച്ച് നക്കിയിട്ട് ജനങ്ങളോട് നന്ദികേട് കാണിക്കുന്നത് എന്നും ഒക്കെയുള്ള കാര്യങ്ങളൊന്നും ഇവർ അറിയുന്നില്ല. ഇവർ കേരളം ആരോ ഇവർക്ക് തീരെഴുതി കൊടുത്തു എന്ന നിലയിലുള്ള പ്രവർത്തനങ്ങളും പരാമർശങ്ങളും പ്രഖ്യാപനങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ജനം ഈ ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. അപ്പോ ഏറ്റവും ചുരുക്കി അത്തരത്തിലുള്ളൊരു മാനസികാവസ്ഥയ്ക്ക് കൂടി ഏറ്റവും വലിയ തിരിച്ചടിയാണ്. ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും. എന്തുകൊണ്ട് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടൊക്കെ എന്തൊരു ധാർഷ്ട്യമായിരുന്നു. ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റുമാരായ രണ്ടുപേര് ജയിലിൽ പോയിട്ടും അവർക്കെതിരെ ഞങ്ങൾ നടപടിയെടുക്കില്ല, അവർക്ക് പിന്തുണ കൊടുക്കുകയാണ്. അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘം വീണ്ടും രൂപീകരിക്കുന്നു. ഇപ്പോൾ അത് വീണ്ടും ക്രൈംബ്രാഞ്ചിന് കൊടുക്കുന്നു. മൊത്തത്തിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് ദിവസങ്ങൾ നീണ്ട ഇത്തരത്തിൽ ചാനലുകളിലൂടെയുള്ള വലിയ പ്രചാരണമൊക്കെ അഴിച്ചുവിട്ടുകൊണ്ട് സാധാരണ ജനങ്ങളെ വെട്ടിയാക്കാനിരുന്നാലേ കാലം മാറിയില്ലേ. വർഷങ്ങൾ ഓരോ വർഷം കൂടുന്തോടും ജനങ്ങൾ കൂടുതൽ ജനങ്ങൾക്ക് ബോധം വന്നു തുടങ്ങുകയല്ലേ. അപ്പോൾ ജനങ്ങൾക്ക് കൂടുതൽ ഈ വിവേകമുണ്ടായി തുടങ്ങുകയല്ലേ. അവരെ വീണ്ടും അവരെ ഇങ്ങനെ അവഹേളിക്കാനും അപമാനിക്കാനും അല്ലെങ്കിൽ പൊതുജനം കഴുത എന്ന് പറയുന്ന അവസ്ഥയിൽ ഇവനൊക്കെ ഞങ്ങൾക്ക് തന്നെ വോട്ട് ചെയ്തോളും എന്നൊക്കെയുള്ള ധാർഷ്ട്യത്തിനും അത്തരത്തിലുള്ള ചിന്തകൾക്കുമൊക്കെ ഒരു വലിയ തിരിച്ചടി കിട്ടുന്നു എന്നുള്ളതാണ്. ആ ഒരു മനോഭാവത്തിന് വലിയ തിരിച്ചടി കിട്ടുന്നു. LDF-ന് വലിയ തിരിച്ചടി കിട്ടുന്നു. പിണറായി 2 തവണ മാത്രമല്ല 3-ാം തവണയും ഇതാ പിണറായി വരുന്നു എന്ന് പറയുന്ന എന്ന ഒരു വലിയ ആത്മവിശ്വാസത്തിനോ അല്ലെങ്കിൽ അഹന്തയ്ക്കോ ഒക്കെ വലിയ തിരിച്ചടി കിട്ടുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം നമുക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് തോന്നുന്നത്. അതിനപ്പുറത്ത് തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടുള്ള മറ്റ് ഒരുപാട് ഘടകങ്ങൾ ഉണ്ടാകാം. പ്രാദേശിക ഘടകങ്ങൾ അടക്കം ഉണ്ടാകാം. അതിൽ തന്നെ ഇപ്പൊ കേരള കോൺഗ്രസിന് വലിയ തിരിച്ചടി ഉണ്ടാകുന്നു. PV അൻവർ എഫക്ട് ഒരു സ്ഥലത്ത് ഉണ്ടാകുന്നു. പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ BJPക്ക് ഒറ്റയ്ക്കുള്ള ഭൂരിപക്ഷം നഷ്ടപ്പെടുന്നു. അവരുടെ 3 സിറ്റിംഗ് സീറ്റുകൾ നഷ്ടപ്പെടുന്നു. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കേണ്ടത് പാലക്കാട് മുനിസിപ്പാലിറ്റിയിലാണ്. അവിടെ പോലും സത്യത്തില് കോൺഗ്രസിന് അനുകൂലമായിട്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിന്നവർക്കൊക്കെ എതിരായിട്ടുള്ള ഒരു ജനവിധിയാണോ ഉണ്ടായിട്ടുള്ളത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പഠിക്കേണ്ടതാണ്. ഒരുപാട് കാര്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് ഫലം നമ്മുടെ മുൻപിലുള്ള ഈ തെരഞ്ഞെടുപ്പ് ഫലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട വിശകലനങ്ങൾ ഒരുപാട് നടത്താനുള്ള സാധ്യത മുന്നിൽ വെച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം നിൽക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ നേരത്തെ കൊല്ലം കോർപ്പറേഷന്റെ കാര്യം പറഞ്ഞല്ലോ, വലിയ അട്ടിമറി. അതേപോലെ തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് വരുമ്പോൾ അവിടെ BJP 50 സീറ്റുകളിലാണ് വിജയിക്കുന്നത്. കഴിഞ്ഞ തവണ 35 സീറ്റുകളാണ് BJPക്ക് ഉണ്ടായിരുന്നതെങ്കിൽ ഇത്തവണ 50 സീറ്റുകൾ പിടിച്ചെടുത്തുകൊണ്ടാണ് BJP ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകുന്നത്. അവർക്ക് അവിടെ ആ കോർപ്പറേഷനിൽ 1-ാം സ്ഥാനത്തേക്ക് എത്തുന്നത്. UDF-ന് അവിടെ 8 സീറ്റുകൾ വർദ്ധിപ്പിക്കാനായി. കഴിഞ്ഞ തവണ എനിക്ക് തോന്നുന്നു 10 സീറ്റുകളായിരുന്നെങ്കിൽ ഇപ്പോൾ 18 സീറ്റുകൾ പിടിച്ചിരിക്കുന്നു. LDF-ന് വലിയ തിരിച്ചടി തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉണ്ടാകുകയാണ്. അവിടെ തന്നെ എനിക്ക് തോന്നുന്നു പ്രധാനപ്പെട്ട അവിടുത്തെ മന്ത്രിമന്ദിരങ്ങളിൽ ഇരിക്കുന്ന നന്തൻകോട്, അതുപോലെ പാളയം, ഇവരുടെ AKG സെന്ററിൽ ഇരിക്കുന്ന വാർഡ്, കുന്നുകുഴി അടക്കമുള്ള വാർഡുകളിലൊക്കെ തോറ്റമ്പുന്ന ഇടതുപക്ഷത്തെ തിരുവനന്തപുരം കോർപ്പറേഷൻ നഗര ഹൃദയത്തിൽ നമ്മൾ കാണുകയാണ്. അവിടെയൊക്കെ BJPയും കോൺഗ്രസും ഒക്കെ ജയിച്ചു കയറുന്ന ഒരു സാഹചര്യം. അങ്ങനെ തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു കോർപ്പറേഷനിലേക്ക് BJP വരുന്നു എന്നതും വളരെ നിർണായകമായ ഒരു കാര്യമായിട്ട് തന്നെ തോന്നുകയാണ്. കാരണം അത് അത്രയും പ്രാധാന്യമുള്ള ഒരു മേയർഷിപ്പാണ്, ഒരു കോർപ്പറേഷൻ ഭരണമാണ്. ആ നിലയ്ക്കൊക്കെ നിരവധിയായ കാര്യങ്ങളിൽ ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കളെ പഠിപ്പിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. നെടുംകോട്ടകൾ ഇളകില്ല എന്ന് വിചാരിച്ച നെടുംകോട്ടകൾ വരെ ഇളകുന്നു. കൊല്ലം കോർപ്പറേഷൻ വരെ ഇളകുന്നു. അങ്ങനെ ഇപ്പൊ ജില്ലാ പഞ്ചായത്തുകളിലേക്ക് വരുമ്പോൾ പത്തനംതിട്ട, അത്തരത്തിലുള്ള പല ജില്ലകൾ തിരിച്ച് പിടിച്ചുകൊണ്ടുള്ള മുന്നേറ്റമാണ്. കോട്ടയത്താകട്ടെ, എറണാകുളത്താകട്ടെ, ഇടുക്കിയിലാകട്ടെ, മലപ്പുറത്താകട്ടെ, വയനാട്ടിലാകട്ടെ, അവിടെയൊക്കെ ജില്ലാ പഞ്ചായത്തുകളിൽ ആധികാരികമായ വിജയം കൂടി സ്വന്തമാക്കിക്കൊണ്ടൊരു തേരോട്ടം നടത്തുന്നു എന്നുള്ളതാണ്. അവിടെ ഇപ്പൊ LDF-ന്റെ ഭാഗത്തു നിന്നും എം.എം. മണി നടത്തിയ പ്രതികരണമോ ഇടതുപക്ഷ ചേരിയിൽ നിന്ന് വന്ന പ്രതികരണത്തെക്കാൾ ഏറ്റവും ശ്രദ്ധേയമായി തോന്നുന്നത് UDF-ന്റെ
ഭാഗമായി നിന്നുകൊണ്ട് UDF-ന്റെ ചെയർമാൻ കൂടിയായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നടത്തുന്ന പ്രതികരണമാണ്. ജനങ്ങൾ കൂടുതൽ ഉത്തരവാദിത്തം ഏൽപ്പിക്കുമ്പോൾ ഞങ്ങൾ കൂടുതൽ വിനയാന്വിതരാകേണ്ടതുണ്ട്. ഞങ്ങൾ കൂടുതൽ വിനയാന്വിതരാകുന്നു. ജനങ്ങൾ വലിയൊരു വിജയം നൽകുമ്പോൾ ഞങ്ങൾ കൂടുതൽ വിനയാന്വിതരാകുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയാണ് രാഷ്ട്രീയ നേതാക്കൾ, അങ്ങനെ ആ ഒരു ആറ്റിറ്റ്യൂഡാണ്, ആ ഒരു മാനസികാവസ്ഥയാണ്, ആ ഒരു മനോഭാവമാണ് ഉണ്ടാകേണ്ടത്. ജനങ്ങൾ കൂടുതലായി തങ്ങളെ ആശ്രയിക്കുന്നു, തങ്ങൾ വിശ്വാസം അർപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അത് നമുക്ക് കൂടുതൽ ഉത്തരവാദിത്തം ഉണ്ടാവുകയാണ്. ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും ആ രാഷ്ട്രീയ പാർട്ടിക്ക് കൂടുതൽ ഉത്തരവാദിത്തം ഉണ്ടാവുകയാണ്. അവിടെ ജനസേവകരാണ് ഞങ്ങളെന്നും ജനങ്ങളുടെ മുമ്പിൽ കൂടുതൽ വിനയാന്വിതരാകേണ്ട സാഹചര്യമാണ് ഇതെന്നുമാണ് സത്യത്തിൽ ഏത് തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോഴും വിജയിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ മനസ്സിലാക്കേണ്ടത് എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. അത് VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് കൃത്യമായിട്ടും മനസ്സിലാക്കുന്നു. കൂടുതൽ ജനങ്ങൾക്ക് മുമ്പിൽ വിനയാന്വിതരായിക്കൊണ്ട് ഈ വിജയത്തിന്, മഹാവിജയത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് വരാനിരിക്കുന്ന നാളുകളിലും ഞങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്ന പ്രതീക്ഷ പങ്കുവച്ചുകൊണ്ട് ജനങ്ങൾക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ് കോൺഗ്രസിന്റെ UDF-ന്റെ അവരുടെ മുമ്പിലുള്ള ഇപ്പോഴുള്ള ഏറ്റവും പ്രധാന ദൗത്യം എന്നത് മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട ബാധ്യതയും. തീർച്ചയായും 2026 ഈ തെരഞ്ഞെടുപ്പിന്റെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം നമുക്ക് മുൻപിൽ വച്ചുകൊണ്ട് നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ 2026 ഉറപ്പായും അത് കൃത്യമായും UDF തിരികെ വരുന്നു എന്നുള്ള കൃത്യമായ സൂചന, കൃത്യമായ സൂചകം, കൃത്യമായ മെസ്സേജ് തന്നെയാണ് ലോക്കൽ ബോഡി ഇലക്ഷൻ 2025 നൽകുന്നത് എന്നാണ് ഏറ്റവും ചുരുക്കി പറയേണ്ടി വരിക.